KPMS ഏറ്റുമാനൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം നടത്തി. അവിട്ട ദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്രയും നടത്തി. മന്ത്രി VN വാസവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ജന്മിത്തത്തിനുമെതിരെയുള്ള പോരാട്ടമായിരുന്നുവെന്നും അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള പോരാട്ടമായിരുന്നു ആ ജീവിതമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായും അന്ന് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, മാറി മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, കാലിൽ ചെരിപ്പിടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അവർക്ക് വഴി നടക്കാനും വർത്തമാനം പറയാനും സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മേലാളന്മാരുടെ ഹൈഹോയി ഒളി കേട്ടാൽ കീഴാൾ ഓടി ഒളിക്കണമെന്ന അലിഖിതമായ നിയമങ്ങൾ നൽകുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ജനനം എന്നത്. ആ സാമൂഹ്യ പശ്ചാത്തലത്തെ കൂടി നാം വിഭാവനം ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ചാവറയച്ചൻ 1802 അദ്ദേഹത്തിന്റെ ജനനം. ഒരുപക്ഷെ നവോത്ഥാന നായകരെ നമ്മൾ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന രൂപത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക്. സമ്മേളനത്തിന് മുന്നോടിയായി വർണ്ണശബളമായ ഘോഷയാത്ര തവളക്കുഴിയിൽ നിന്നും ആരംഭിച്ച് ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷന് സമീപം സമ്മേളന വേദിയിലെത്തി സമാപിച്ചു. തുടർന്ന് പുഷ്പാർച്ചനയും ഭദ്രദീപ പ്രകാശനവും നടത്തി. ഏറ്റുമാനൂർ യൂണിയനിലെ 18 ശാഖകളിൽ നിന്നുള്ള അംഗങ്ങൾ സമ്മേളനത്തിൽ പങ്കുചേർന്നു. യൂണിയൻ പ്രസിഡന്റ് KP ബിനീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ്, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ, ഇസ്കഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശാന്ത് രാജൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPMS സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ K ദാമോദരൻ സഭാ സന്ദേശം നൽകി. തുടർന്ന് ഉപഹാര സമർപ്പണം, വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കൽ എന്നിവ നടന്നു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.